السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل القرآن بالهدى ودين الحق وأرسل الرسول بالهدى ودين الحق وأنزل المطر من السماء من خلال السحاب. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلال. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആൻ സന്മാർഗമായി നമുക്ക് ഇറക്കി തന്ന മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമ്മിലേക്ക് അയച്ചു തന്ന ആകാശത്തിന്റെ മേഘക്കീറുകളിൽ നിന്നും നമുക്കാവശ്യമായ വെള്ളം ഇറക്കി തരുന്ന നാഥന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ അതിന്റെ ഒന്നാമത്തെ 10 ഇൻഷാ അല്ലാഹ് ഇന്ന് അവസാനിക്കും. വളരെ വേഗത്തിൽ, വളരെ ധൃതിയിലാണ് സമയങ്ങളും നിമിഷങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പുണ്യമുള്ള സമയങ്ങൾ നഷ്ടപ്പെട്ടാൽ നബീസ് എന്ന് പറയും, അഥവാ വിലമതിക്കാനാവാത്ത നിമിഷങ്ങൾ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത നഫീസ്, അറബിയിൽ നഫീസ് എന്ന് പറയും. പരമാവധി ഇബാദത്തുകളും ആരാധനകളും തിലാവത്തുൽ ഖുർആനും ജീവിതത്തിൽ പകർത്തി നല്ല ഒരു അമൽ സ്വാലിഹ് നേടിയെടുക്കാൻ എല്ലാവരും ജാഗ്രത കാണിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലും അത് മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കുക എന്നുള്ളതും ഫർദ് ഐനും, അത് എല്ലാ മനുഷ്യരും, എല്ലാ സത്യവിശ്വാസികൾക്കും വ്യക്തികളിൽ അധിഷ്ഠിതമായ നിർബന്ധിതമായ ഒരു പ്രബോധന രീതിയാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്തും ഹുദയും ബയ്യിനാത്തും കാണിച്ചു തരുന്നു എന്ന് പറയുമ്പോൾ ആ ഹുദയുടെയും ബയ്യിനാത്തിന്റെയും ശൈലി പല രൂപത്തിലാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഹുദ അല്ലെങ്കിൽ ആ ബയ്യിനാത്ത്, ആ വിശദീകരണം ഇമാ ബി താരീഖ്, ഒന്നുകിൽ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും,
ഖുർആനിലൂടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മെ ഹിദായത്തിലേക്ക് നയിക്കും. അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഉപദേശം പോലെ, അതല്ലെങ്കിൽ ഖബർ സാധാരണ ഒരു വർത്തമാനം പറയും പോലെയുള്ള ഹിദായത്ത് ലഭിക്കും. അതേപോലെ തന്നെ ഇൻദാറുകൾ, വഅദുകൾ, താക്കീതുകളും കൽപ്പനകളും വിരോധനങ്ങളും അടങ്ങിയ ഒരു വൈവിധ്യമാർന്ന ശൈലിയിലുള്ള ഒരു പരന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഖുർആൻ ഖുർആനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ചരിത്രങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ചരിത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്? കഥ പറയും പോലെ, വെറും രാക്കഥ പറയും പോലെയാണോ? അല്ല, മറിച്ച് മുൻകഴിഞ്ഞു പോയ ഒരു കൗമിന്റെ, ഒരു ജനതയുടെ ജീവിത രീതിയും അവരുടെ ജീവിത ശൈലിയും പറഞ്ഞുകൊണ്ട് വിവരിച്ചുകൊണ്ട് ആ സമൂഹം പോലെ നിങ്ങൾ ആവാതിരിക്കാനും, അതല്ലെങ്കിൽ ആ സമൂഹത്തിൽ വല്ല ക്വാളിറ്റിയും നിലവാരവുമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ആവാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പാണ് പരിശുദ്ധ ഖുർആനിലൂടെ ചരിത്ര വിശദീകരണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്, നമുക്ക് സമർപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ ചരിത്രങ്ങൾ പരാമർശിച്ചത് ബനി ഇസ്രായേലിനെ കുറിച്ചായിരുന്നു. ബനി ഇസ്രായേൽ, നമുക്കറിയാം, ബനി ഇസ്രായേൽ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികൾക്കാണ് ബനി ഇസ്രായേൽ എന്ന് പറയും, ഇസ്രായേൽ വർഗം എന്ന് പറയും. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു നാമമാണ്. ലോക ചരിത്രത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്നത് രണ്ട് ചരിത്രങ്ങളാണ്. അറബികളുടെ ചരിത്രവും അതുപോലെ തന്നെ ബനി ഇസ്രായേലികളുടെ ചരിത്രവും. മറ്റു ചരിത്രങ്ങൾ ഉണ്ട്, പക്ഷേ തിളങ്ങി നിൽക്കുന്നത് ഏറ്റവും പ്രധാനമായതും പരിശുദ്ധ ഖുർആൻ എടുത്തു കാണിച്ചതുമായ ചരിത്രങ്ങൾ രണ്ടെണ്ണം: അറബികളുടെ ചരിത്രവും അതുപോലെ തന്നെ ബനി ഇസ്രായേൽ. ഒരുപാട് പാഠങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും. ബനി ഇസ്രായേൽ വർഗം ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകിയ ഒരു സമൂഹമായിരുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വിശദമായി പറയുന്നത്, ഖുർആനിൽ 100 സ്ഥലങ്ങളിൽ ബനി ഇസ്രായേലിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നു. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ പരാമർശിച്ചതായി നമുക്ക് കാണാം. അത്ര പ്രാധാന്യമുണ്ട് അവരുടെ ചരിത്രത്തിൽ. ഒരുപാട് പാഠങ്ങൾ നമുക്ക് അവരുടെ ചരിത്രത്തിൽ നിന്നും ഉൾക്കൊള്ളാനുണ്ട്. നിങ്ങൾ നോക്കൂ, ഏറ്റവും കൂടുതൽ അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തതും അയച്ചതും അറബി ലോകത്തേക്കോ അറബി സമൂഹത്തിലേക്കല്ല, അറബി വർഗത്തിൽ നിന്നല്ല, മറിച്ച് ഇസ്രായേൽ സന്തതികളിൽ നിന്നായിരുന്നു. അത്രയും വലിയ ശ്രദ്ധ അവർക്ക്. മറ്റൊരു കാരണവും കൂടി ഉണ്ട്. അതെന്താ? അത്രയും പ്രവാചകന്മാരെ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അവരിലേക്ക് അയക്കേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു സന്ദേശവും അതിനുണ്ട്. ഏതായാലും അറബി സമൂഹത്തിൽ നിന്നെങ്കിൽ ചരിത്രത്തിൽ കാണാം, അറബികളിൽ നിന്ന് ഏകദേശം 4-5 പ്രവാചകന്മാരെ നമുക്ക് പരിചയപ്പെട്ടിരിക്കുന്നു. ഒന്ന് നമുക്കറിയാം, നമ്മുടെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അറബി ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു. അതേപോലെ തന്നെ സ്വാലിഹ് അറബാണ്. അതുപോലെ തന്നെ ഷുഐബ് അറബ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും ചില ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹം അറബികളിൽപ്പെട്ട ആളായിരുന്നു. ഏതായാലും ബനി ഇസ്രായേലിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത പ്രവാചകന്മാരെ അയക്കുകയും ആ പ്രവാചകന്മാരെല്ലാം തന്നെ അവരോട് ഉപദേശിക്കേണ്ട രീതിയിൽ തന്നെ വളരെ മാതൃകയോടുകൂടെയും സതുപദേശത്തോടുകൂടെയും ഉപദേശിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അവർക്കൊന്നും തന്നെ തക്കതായ ഒരു മറുപടി, ഒരു സന്തോഷത്തിന്റെ ഒരു മറുപടി അവർക്ക് ആർക്കും തന്നെ ലഭിച്ചില്ല എന്നത് വളരെ ഖേദകരമായ സംഭവമാണ്. നമുക്കറിയാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം, എല്ലാവരും ഇതൊക്കെ ബനി ഇസ്രായേൽ. ഇസ്രായേലിന്റെ മുമ്പ് ഏകദേശം എണ്ണപ്പെട്ട പ്രവാചകന്മാരെ ലോകത്തുള്ളൂ. അതാ യാക്കൂബിന്റെ മുമ്പ് ആരൊക്കെയാണ്? ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം, അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ്, സ്വാലിഹ്, നോഹ്, അതുപോലെ തന്നെ മഹാനായ ആദം, ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം. ബാക്കിയുള്ള പ്രവാചകന്മാർ കംപ്ലീറ്റ് യാക്കൂബ്, ഇസ്ഹാഖിന്റെ പുത്രൻ
യാക്കൂബിന്റെ പുത്രൻ. അങ്ങനെ കഥ കഥ വന്നുകൊണ്ടേയിരിക്കുന്നു. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നമുക്കറിയാം 12 മക്കളുണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ബിന്യാമീനും മറ്റൊരു ഉമ്മയുടെയും. അങ്ങനെ 12 മക്കളിൽ നിന്ന് പിന്നീട് പെരുകി പെരുകി കോടാനക്കോടി സമൂഹമായി മാറിയ അവർ ഈജിപ്ഷ്യൻ താഴ്വരയിൽ. പിന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും ഒരേ ഒരു പ്രവാചകൻ മാത്രമേ ലോകത്തേക്ക് വന്നിട്ടുണ്ട്. അതാണ് മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയുടെയും റസൂലിന്റെയും ഇടയിൽ ഒരൊറ്റ പ്രവാചകനും വന്നിട്ടില്ല എന്നാണ് സ്വഹീഹായ അഭിപ്രായം. ഏതായാലും ബനൂ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്ന് അവരുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ വളരെ വിശദമായി പറയുന്നു. യാ ബനീ ഇസ്രായീൽ ഇന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ, നിങ്ങൾ ഞാൻ സമൂഹത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും ആദായപ്പെട്ട ലോകം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനേക്കാൾ ബനൂ ഇസ്രായേലിന് ശ്രേഷ്ഠതയില്ല. ആ കാലഘട്ടത്ത് ആ നൂറ്റാണ്ടിലെ ലോകരിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമൂഹമാക്കി മാറ്റി ആരെ? ബനൂ ഇസ്രായേലുകൾ. പക്ഷെ അവര് വഴിപിഴച്ചു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ വഴിപിഴക്കുമ്പോഴെല്ലാം അവരെ നിർമാർഗത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ വീണ്ടും അവരെന്ത് ചെയ്തു? നന്ദികേട് കാണിച്ചു പ്രവാചകനായ മൂസയോട് അലൈഹിസ്സലാത്തു വസ്സലാം. അവർ ഒരുപാട് പരീക്ഷണങ്ങൾ ഖുർആൻ തന്നെ പറയുന്നു. എന്ത്? അവർക്ക് തവള മഴ പെയ്യും. തവളന്റെ മഴ പെയ്യും. അദാബാഹുവിന്റെ അവർ ഭക്ഷിക്കുന്ന ഭക്ഷണം ഉരുളയെടുക്കുമ്പോൾ അതിൽ പോലും എന്ത്? തവളയുടെ ചെറിയ കുട്ടി വായിലേക്ക് വെച്ചു കഴിഞ്ഞാൽ വായിൽ നിന്ന് അവരെന്ത് ചെയ്തിരുന്നു? വെളിച്ചെടുത്തിരുന്നു തവളയുടെ കുട്ടികൾ. അള്ളാഹുവിന്റെ പരീക്ഷണം, അള്ളാഹു പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടാലെങ്കിലും അവരെന്നെ വിശ്വസിക്കുമോ എന്നുള്ളൊരു പരീക്ഷ. അതുപോലെ തന്നെ അവൻ ദഫാദി അവൻ കുമ്മറ തുഫാന തലയിലരിക്കുന്ന പേൻ അത് ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ അവർക്ക് നൽകി. ആ പരീക്ഷണങ്ങളൊക്കെ ലഭിക്കുമ്പോൾ കിട്ടുമ്പോൾ അവർ പറയും, മൂസ ഒന്ന് പ്രാർത്ഥിക്കും, നിന്റെ നാഥനോടൊന്ന് പ്രാർത്ഥിക്കും, നിന്റെ നാഥനോട് നീ ഒന്ന് പ്രാർത്ഥിക്ക്, അത് മാറിയാൽ തീർച്ചയായും ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം മൂസ, നിന്റെ ഇലാഹിനെ ഞങ്ങൾ വിശ്വസിക്കാം എന്നവർ പറയും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പാവം പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷെ ഇവര് പാസോ, ഇവര് പഴയപടി മുട്ട് കളിക്കും, അനുസരണക്കേട് തന്നെ കാണിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ നശിപ്പിച്ചത് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ബനീ ഇസ്രായേലുകളുടെ ചരിത്രത്തെ വിശദീകരിക്കാനല്ല, കൊണ്ട് നമുക്ക് വിശദീകരിച്ചാൽ ഒരു ഭാഗം അതല്ലെങ്കിൽ 2 ഭാഗം ചരിത്രങ്ങൾ വിശദീകരിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ ബനീ ഇസ്രായേലുകളെ പരാമർശിക്കുന്നു. അഥവാ ഇന്നത്തെ സമൂഹം അതല്ലെങ്കിൽ ജൂത സമൂഹം, നമുക്കറിയാം ജൂത സമൂഹം ഇസ്ലാമിലെ എന്നത്തെയും ശത്രുക്കളാണ് ജൂത സമുദായം. ബനീ ഇസ്രായേലിൽ നിന്നും ഉത്ഭവിച്ച അതല്ലെങ്കിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തോറയുടെ വക്താക്കളായ ബനൂ ഇസ്രായേലുകളായ ഈ ജൂതന്മാർ, ജൂതായിസ് എന്നും അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അന്നും ഇന്നും ഇനി കാലാകാലം അവർ ഇസ്ലാമിന്റെ ശത്രുക്കളായി തന്നെ ജീവിക്കുക തന്നെ ചെയ്യുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന അറിയിപ്പ്. ഇസ്ലാമിനെയും പരിശുദ്ധ ഖുർആനിനെയും അവർ തക്കം നോക്കി വഞ്ചിക്കേണ്ട സ്ഥലങ്ങളിൽ, വഞ്ചന ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ വഞ്ചിച്ച് ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ആദർശങ്ങളെയും അവർ പരമാവധി പുച്ഛിച്ചു തള്ളാനും ജനങ്ങളിൽ നിന്ന് അകറ്റാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സത്യമാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണിത്. നിങ്ങൾ നിങ്ങളുടെ മുൻകാല സമുദായം ജൂത ക്രിസ്ത്യാനികൾ അവർ നിങ്ങൾ മുഴത്തിൽ മുഴമായും ചാണി ചാണായി നിങ്ങളവരെ പിൻപറ്റുക തന്നെ ചെയ്യും. പറഞ്ഞു പോയി, പിൻപറ്റുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഷുവറാണ്, പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം ഉടുമ്പിന്റെ മാനത്തിലേക്ക് പ്രവേശിച്ചാൽ അതിലൂടെ നിങ്ങൾ പ്രവേശിക്കാനുള്ള വ്യഗ്രത കാണിക്കും, അത്രത്തോളം അതൊരു പ്രയോഗമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സാഹിത്യ പ്രയോഗമാണ്. ഖുർആനിൽ കാണുന്നത് അവര് സത്യവിശ്വാസം സ്വീകരിക്കൂല, എത്രത്തോളം സൂചിയുടെ ദ്വാരത്തിലൂടെ ഒരു ഒട്ടകം പ്രവേശിക്കുന്ന കാലത്തോളം അവര് സത്യവിശ്വാസം സ്വീകരിക്കൂല. അത് സംഭവിക്കുന്ന കാര്യമല്ല. സൂചിയുടെ ദ്വാരത്തിലൂടെ ഒരു ഒട്ടകത്തെ നമുക്ക്
പ്രവേശിപ്പിക്കാൻ സാധ്യമല്ലല്ലോ. നൂല് തന്നെ നമുക്കാർക്കും തന്നെ ചില ആളുകൾക്ക് തപ്പിത്തടഞ്ഞാണ് പ്രവേശിപ്പിക്കുക. അപ്പോൾ നടക്കാത്ത കാര്യം അതല്ലെങ്കിൽ നടക്കുന്ന കാര്യം ഇത് നിങ്ങൾ അവരുടെ ആ മാളത്തിലേക്ക് കുടുംബത്തിന്റെ മാളത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ വ്യഗ്രതയോടെ അവരെ പിൻപറ്റുക തന്നെ ചെയ്യും. മാത്രമല്ല അവർ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഇസ്ലാമിനെതിരിൽ വിമർശനാത്മകമായും അതല്ലെങ്കിൽ മുസ്ലിം ലോകത്തെ കളങ്കപ്പെടുത്താനും ഇസ്ലാമിക ആദർശത്തെ അവർ പരിപാലിച്ചേക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രമിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ അവർ ആ വിഷയത്തിൽ വിജയം കാണുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് ജൂദായിസത്തിന്റെ ചാപ്പിളയും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ശത്രുവുമായ ഷിയ വിഭാഗം രംഗത്ത് വരിക എന്നത് ഏറ്റവും വലിയ അവരുടെ ഒരു ജൂത സൃഷ്ടിയായിരുന്നു. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാമിനും സുന്നത്തിനും വേണ്ടിയുള്ള ഒരാക്രമണം തന്നെയാണ്. പരമാവധി അവരതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അത് നമ്മുടെ ബലഹീനതയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദാറിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ ആശയങ്ങളിൽ അവര് മാറ്റിമറിച്ചവരുണ്ട്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ സഹീഹമായ ഹദീസുകളിലൂടെ വന്നൊരു സംഭവമാണ് ദജ്ജാൽ രംഗപ്രവേശനം ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, സഹീഹമായ ഒരുപാട് മുത്തവാത്തിറായി വന്ന ഹദീസുകൾ, ഒരുപാട് സംഭവം. എന്താണ് ദജ്ജാൽ രംഗപ്രവേശനം ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറയും? ദജ്ജാൽ ഒരു വ്യക്തിയാണ്. മസീഹ് ദജ്ജാൽ മസീഹ് ദജ്ജാൽ ഒരു സത്യവിശ്വാസിയും 5 നേരം അതിലപ്പുറം എന്ത് ചെയ്യുന്നുണ്ട്? മസീഹ് ദജ്ജാലിന്റെ കാക്കണേന്നതാനോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം ദജ്ജാൽ ഒരു വ്യക്തിയാണ്, ഒരു സൃഷ്ടിയാണ്, ഒരു രൂപമുള്ള ഒരാൾ തന്നെയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ജൂതന്മാര് തന്നെ പറഞ്ഞത് ദജ്ജാലിനെ കുറിച്ച് എന്റെ സമൂഹത്തിലെ മിമ്പറിൽ നിന്നും പ്രസംഗപീഠങ്ങളിൽ നിന്നും പരാമർശിക്കാത്തിടത്തോളം കാലം എന്ത് ചെയ്യും? ആ സമയത്തായിരിക്കും ദജ്ജാലിന് പ്രവേശനം ചെയ്യുക. ദജ്ജാലിനെ കുറിച്ച് സമൂഹത്തിൽ ആരും സംസാരിക്കുന്നില്ല. റിയൽ ദജ്ജാലിനെ കുറിച്ച് മിമ്പറുകളിൽ പ്രസംഗിക്കുന്നില്ല, ദജ്ജാലിന്റെ ആക്രമണത്തെ കുറിച്ച് പ്രസംഗിക്കുന്നില്ല. ആ കാലത്തായിരിക്കും ദജ്ജാൽ വരിക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് ആർക്കറിയാം? ജൂത ലോബിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? റിയൽ ദജ്ജാലിനെ അവർ മാറ്റി എന്താക്കി? ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, അതൊരു സമൂഹമാണ്, അതല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്, അല്ലെങ്കിൽ ഒരു സമൂഹം, അതല്ലെങ്കിൽ ഒരു സാമൂഹിക തരംഗമാണ് ദജ്ജാൽ എന്നൊക്കെ അവർ സമൂഹത്തിലൂടെ ഇന്നും നെറ്റുകളിലൂടെയൊക്കെ വരുത്തി തീർക്കുന്നു. അതിലും തന്നെ ഒരു വിഭാഗം മുസ്ലിങ്ങളായ ആളുകൾ, നമ്മുടെ കേരളത്തിൽപ്പെട്ട ആളുകൾ പോലും അതിലും തന്നെ വിശ്വസിച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല അത് ചുക്കാൻ പിടിച്ചുകൊണ്ട്, അതിനെ പിടിച്ചുകൊണ്ട് ഇന്നും ഷിയാക്കളും അതുപോലെ തന്നെ മറ്റു സൂഫിയാക്കളും അതിൽ നിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സൂഫിയാക്കളുടെ വിശ്വാസം അല്ലെ? സൂഫിയാക്കളുടെ വിശ്വാസം, സൂഫികൾ എന്നും ഇസ്ലാമിന് അന്യമാണ്. ജൂതന്മാർ വീണ്ടും പറയുന്നത് എന്താണ്? മുത്തശദ്ദിദായ സലഫിയേക്കാൾ ഏറ്റവും ഉത്തമൻ സൂഫിയാണ് കേട്ടോ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനോട് പ്രതിബദ്ധത കാണിക്കുന്ന സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകൾ, സുന്നത്ത് മുഴമായും ചാണായും കൊണ്ട് പിൻപറ്റുന്ന സത്യവിശ്വാസികളായ ആളുകൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പ് ധരിച്ചതുപോലെ വലതുകാലം ധരിക്കണമെന്ന് പറയുന്ന ആളുകൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ചു അതുപോലെ കുടിക്കണമെന്ന് പറയുന്ന ആളുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണമെന്ന് പറയുന്ന ആളുകൾ, അവരുടെ സുന്നത്തിനോട് കൃത്യമായ പ്രതിബദ്ധത പുലർത്തുന്ന ആളുകളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠം ആരാ? സൂഫി, സ്വാലിഹായ സൂഫിയാണ് എന്ന് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാലിഹായ സൂഫി, ആ പ്രയോഗം തന്നെ സൂഫി എന്നത് ഇസ്ലാമിലെ അന്യമാണ്. സ്വാലിഹായ സൂഫി ശുദ്ധമായ മൂത്രം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പ്രയോഗം. സ്വാലിഹായ സൂഫി, അത് ഇസ്ലാമിൽ സൂഫിസം ഇല്ല. അപ്പൊ ഇങ്ങനെ ജനങ്ങളെ സുന്നത്തിനോടുള്ള പ്രതിബദ്ധതകളിൽ നിന്ന്, ആ ബന്ധത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റുക. നിങ്ങളുടെ സുന്നത്തിനോടുള്ള പ്രതിബദ്ധത സമൂഹത്തിൽ നിന്നും അകന്നാൽ ഇസ്ലാം പൊളിയും, യാതൊരു സംശയവുമില്ല. ഇസ്ലാമിന്റെ ഇല്ല. കാരണം ഖുർആൻ സുന്നത്ത്, ഖുർആൻ തന്നെയാണത്. ഈ സുന്നത്തും ഖുർആനും രണ്ടും ഒന്നാണ്. അല്ലാഹുവിന്റെ കലാമാണെന്ന്, മറ്റൊന്നെന്താണ്? റസൂലിന്റെ കലാമാണ്. രണ്ടും എന്താണ്? ഇൻ ഹുവ ഇല്ല വഹ്യുഹ, വഹിയല്ലാതെ മറ്റൊന്നുമല്ല. വമാ യൻതിഖു അനിൽ ഹവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
സുതീഷ്ണം സംസാരിക്കാത്ത ആളാണ്. അതുകൊണ്ട് അതും വഹിയ, രണ്ടും ഒന്നാണ്. അതുകൊണ്ട് തന്നെ സുന്നത്തിനോടുള്ള പ്രതിബദ്ധത സമൂഹത്തിൽ ഇല്ലാതെയായതാണ്. ഇസ്ലാം പൊളിയാൻ വളരെ സിമ്പിൾ, എളുപ്പം ഇസ്ലാം എന്ത് ചെയ്യാം, പൊളിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ മാർഗം അവർ ഇന്നും അവലംബിച്ചു. ഞാൻ പറയുന്നത് ഇതെല്ലാം തന്നെ നബി അലൈഹി മാർഗങ്ങള് മുമ്പ് നമുക്ക് വാണിംഗ് തന്നു പോയതാണ്. എന്നിട്ടും ഈ സമൂഹം എന്ത് ചെയ്യുന്നില്ല, അതിനെ ശ്രദ്ധിക്കുന്നില്ല, അതല്ലെങ്കിൽ അതിനോട് തുച്ഛമായ മനോഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ഇവർ സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗങ്ങൾ പറഞ്ഞാണത് ഇവർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കും. സമൂഹത്തെ അവരെ നശിപ്പിക്കും, സമൂഹത്തിന്റെ അവർ ഭിന്നിപ്പുണ്ടാക്കും. ഇവരുടെ വിശ്വാസമാണിത്. ഇവരുടെ വിശ്വാസമാണ് മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദജ്ജാൽ പുറപ്പെടുന്ന കാലഘട്ടം വളരെ മോശമായിരിക്കും, അക്രമവും അനീതിയും ഭൂമിയിൽ വർദ്ധിക്കും. അതുകൊണ്ട് യഹൂദികൾ എന്തിയാണ്, റസൂലിന്റെ വാക്കാലോ യഹൂദി എന്ന് ഞാൻ പറഞ്ഞതാണ്. മാതങ്ങൾ പറഞ്ഞതുപോലെ അവരെന്ത് ചെയ്യാൻ ധൃതി കാണിക്കും. ദജ്ജാൽ വരാൻ ധൃതി കാണിക്കും. അതിനവരെന്ത് ചെയ്യുന്നു, മനഃപൂർവ്വം മുസ്ലിം സമൂഹത്തിൽ ആക്രമണങ്ങൾ അയച്ചുകൊടുക്കുന്നു, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കും, വ്യഭിചാരങ്ങൾ വർദ്ധിക്കുന്നു. ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് ഇന്ന് ജൂതലോപികളുടെ കൈകൾ. അവരതിനെ പല കോലത്തിലാക്കി അറബ് രാജ്യങ്ങളിലേക്കും മറ്റു സമൂഹങ്ങളിലേക്കും അയച്ചുകൊണ്ടേ. ഇതൊക്കെ ആ മുസീബത്തിൽ നിങ്ങൾ പറയുന്നത് ഇന്നത്തെ സമൂഹത്തിന്റെ പച്ചയായ ചിത്രം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് എന്താ? ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അതിനെ പറഞ്ഞു യൂഷിക്കു അഹ്ലൽ ഇലാഹി അല യുബായിലിഹിം ഖബീലും വലാ ലഹമൻ ഖുൽനാ മിൻ അയ്ന ദാലിക യാ റസൂലല്ലാഹ് ഖാൽ അൽ അജ്മു യംനഊന ദാലിക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യൂഷിക്കു അഹ്ലൽ ഇറാഖിലെ ആളുകൾ അവർക്ക് ഒരു സമയം വരും, ഒരു റൊട്ടി കഷ്ണത്തിന്, ഒരു ഗൃഹത്തിന് വേണ്ടി അവര് തല്ലുകൂടുന്ന, ധൃതി കൂട്ടുന്ന, തിരക്ക് കൂട്ടുന്ന ഒരു കാലഘട്ടം വരും. അന്ന് ഇറാഖിനെ സംബന്ധിച്ച് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അന്ന് ഇറാഖ് എന്താണ്, സമ്പൽ സമൃദ്ധിയുള്ള ഒരു നാടാണ്. അല്ലെങ്കിൽ അത് പറയണ്ടല്ലോ. അന്നത്തെ ലോക വേൾഡ് എന്തായിരുന്നത്? ബഗ്ദാദ്. നമുക്കറിയാം മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ ഉറവിടം ബഗ്ദാദ്, ഇറാഖ് ലോക വേൾഡ് ട്രേഡ് സെന്റർ ആയിരുന്നു. ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നും അവിടേക്ക് കച്ചവട വസ്തുക്കൾ ഇത് ദുബൈയിലേക്ക് ഒഴുകുന്നത് പോലെ ഒഴുകിയിരുന്നു. അതുകൊണ്ട് അവർ സമ്പൽ സമൃദ്ധിയിലായിരുന്നു. അവർക്ക് ഈ വാക്ക് വിശ്വസിക്കുന്നതിന് അപ്പുറത്തായിരുന്നു. പക്ഷെ അവർ വിശ്വസിച്ചു, അവരൊന്നും ചോദിച്ചില്ല. ഇന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇറാഖിലെയും അതല്ലെങ്കിൽ ഷാമിലെയും ആളുകൾ ഭക്ഷണത്തിനും അതിനും വേണ്ടി കൈ നീട്ടുന്ന രംഗങ്ങൾ പലയിടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 1400 കൊല്ലങ്ങൾക്കും ഇറാഖിലെ സംഭവം. ഇറാഖ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമാണ്. നമുക്കറിയാം ആദ്യത്തെ റസൂൽ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് നബിയാണ് ആദ്യത്തെ റസൂൽ. അതിന്റെ മുമ്പുള്ള ഒരു റസൂലല്ല, നബിയാണ്. അവര് നബിമാർ മാത്രമാണ്. ആദം, ഇദ്രീസ്, നൂഹ്, ഹൂദ്, സ്വാലിഹ്, ഇവരൊക്കെ ഇബ്രാഹിം, ഇവരൊക്കെ ഇബ്രാഹിം, ഇവര് നബിമാരാണ്. എന്നാൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ശരീഅത്ത് കൊണ്ടുവന്ന ആദ്യത്തെ റസൂലാണ്. റസൂൽ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മത നിയമം അവരുടെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 രൂപത്തിലോ 7 രൂപത്തിലോ അവർക്ക് നൽകി അത് പ്രചരിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കും. അതേപോലെ തന്നെ ആദ്യത്തെ ശരീഅത്ത് നടപ്പിലാക്കിയതും ഇറാഖിലാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ലോകത്ത് ശിക്ഷ ഇറങ്ങിയതും ഇറാഖികൾക്കാണ്. ഒരുപാട് പ്രാധാന്യം. മാത്രമല്ല നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ നമുക്കൊരു നേതാവുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ നേതാവ് മൂസ നബിയോ ഈസ നബിയോ ആദം നബിയോ അല്ല. നമ്മുടെ നേതാവ് മില്ലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മില്ലത്ത് ഇബ്രാഹിമിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം പൊട്ടന്മാര്, വിഡ്ഢികൾ, സ്വയം വിഡ്ഢികളായ ആളുകൾ മാത്രമേ ഇബ്രാഹിം മില്ലത്തിൽ നിന്നും വ്യതിചലിക്കൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നതും ഇറാഖിലാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകത. അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ കൊണ്ട് പറയുന്നു, യൂഷിക്കു അഹ്ല ശാമി അൻ യുബഅലൈഹിം ദീനാറും വലാ മുദ്ദ. ഷാമിലും ഈ പ്രശ്നം വരും. ഇറാഖിൽ വന്ന പോലെ ഷാം, ഇത് നമ്മൾ കാണുന്ന ഷാം ഏതാ? സിറിയ, അതുപോലെ തന്നെ ഉർദുന, ജോർദാൻ, അതുപോലെ തന്നെ പലസ്തീൻ, ഇതൊക്കെ അന്നത്തെ ഷാമിൽ. പലസ്തീൻ ഒരു ഭാഗം.
ഷാമിലും ഇതേ പ്രശ്നം വരുന്നുണ്ട്. അല്ല കബീലും ദീനാറും വരാമുത്തൻ. നമ്മുടെ കബീലല്ല, ദീനാറും വരാമുത്തൻ. ഒരു പിടി ധാന്യം ഓതല്ലെങ്കിൽ ദീനാർ അവർക്ക് ലഭിക്കാത്ത ഒരു കൊല്ലമിന് അതിനെ ധാരിക്കയ റസൂൽ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് എങ്ങനെ അത് സംഭവിക്കാം? അവർ പറഞ്ഞു, റസൂൽ പറഞ്ഞാൽ മെറ്റിക്കലറും പശ്ചാത്തലയുടെ ഭാഗത്തു നിന്നായിരിക്കും. നമ്മളിത് കാണുന്നു. ഈ രണ്ട് ഹദീസും സഹിഹായ ഹദീസാണ്. മുസ്ലിം ജൂത ക്രിസ്ത്യാനികളാണ് എന്നും പണ്ഡിതന്മാർക്ക് ഇടയിലെ പ്രാർത്ഥന. ജൂതന്മാരെ മാത്രമല്ല, ജൂതന്മാരും ക്രിസ്ത്യാനികളും അങ്ങനെയാണല്ലോ. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇസ്ലാമിനെ എതിർക്കുന്ന കാര്യത്തിൽ എന്താണ്? ഒറ്റക്കെട്ടാണ്. ചരിത്രം അത് പറയുന്നുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? യോജിക്കാൻ പാടില്ല. അത്ര കണ്ട് ബദ്ധവൈരികളാണ് അവര്. കാരണം എന്താ? മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, അതല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശുവിനെ കുരിശിൽ തറച്ചതാരാ? ജൂതന്മാരാണ്. പിന്നെ അവരോട് എങ്ങനെ അവർ സന്ധിയാകും? അതല്ലെങ്കിൽ മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വ്യഭിചാരത്തോടുണ്ടായ പുത്രനാണ് എന്ന് ഇവര് പരസ്യമായി പ്രചരിപ്പിച്ചു. ആര്? തൗറാത്തിന്റെ ആളുകൾ, ജൂതന്മാർ. പിന്നെ എങ്ങനെ അവർ തമ്മിൽ യോജിക്കുമെന്നാണ് അത്ഭുതമാണ്. കാരണം ഇസ്ലാമിനെതിരിൽ അവരെന്നും ശത്രുക്കൾ തന്നെയാണ്. ഇസ്ലാമിനെതിരിൽ അവർ എന്നും ശത്രുക്കളാണെന്ന് മാത്രമല്ല, നിങ്ങളോട് അവർ ഒരിക്കലും എന്താവില്ല, തൃപ്തിപ്പെടില്ല. ഒരിക്കലും നിങ്ങളോട് അഡ്ജസ്റ്റ്മെന്റിലും അവർ വരില്ല. അല്ലാഹു പറയുന്നു, നസ്രാനികളും അതുപോലെ തന്നെ ജൂതന്മാരും നിങ്ങളോട് ഒരിക്കലും തന്നെ അവർ തൃപ്തിപ്പെടൂല. തൃപ്തിപ്പെടും. നിങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു നടന്നാൽ തൃപ്തിപ്പെടും. അവർ ചെയ്യുന്ന അവരുടേതായ ആദർശങ്ങൾ നമ്മൾ വിശ്വസിച്ച് ഇങ്ങനെ ചെയ്താൽ അവരെ നമുക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമുക്ക് കാണുന്നതാണ്. കറബി ലോകങ്ങളിൽ അവരുടെ ബന്ധങ്ങളും എല്ലാം നമുക്ക് കാണുന്നതാണ്. പരസ്പരം സ്നേഹിക്കുന്നു. എന്നാലോ ഒരിക്കലും നടക്കൂല, തൃപ്തിപ്പെടില്ല. അതായത് എന്ത് ചെയ്യാം? പിന്നീട് ചിലപ്പോ തൃപ്തിപ്പെട്ടേക്കാം എന്നൊക്കെ. ഇപ്പൊ തൃപ്തിപ്പെടില്ല, പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആവും എന്ന് വെക്കാം. ഇതങ്ങനെയാണ് എന്ന വാക്കവയിൽ ഫ്യൂച്ചറിനെ ഒരു ശക്തമായ നിഷേധമാണ് അറിയിക്കുന്നത്. ഫ്യൂച്ചറിനെ ഒരിക്കലും സംഭവിക്കുകയില്ല, തൃപ്തിപ്പെടൂല. കർത്തവ്യമില്ലാതാവും. നിങ്ങൾ അവരുടെ നിലത്തിന് അവരുടെ ജീവിത ശൈലി അല്ലെങ്കിൽ ആദർശത്തെ നിങ്ങൾ പിന്തുടരുന്നത് വരെ. പിന്നെ മാത്രങ്ങൾ പറയുന്നു, സുലൈമാൻ ഇബ്നു ഹാത്തിം ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയകൂന ബിശാമ ഫിത്നത്തുൻ തറദ്ദദു ബിഹാ കമാ തറദ്ദദുൽ മാഉ ബിസഖാർ. സിറിയയിൽ വീണ്ടും പ്രശ്നമുണ്ടാകും. ഷാം എന്ന് പറഞ്ഞാൽ സിറിയനാണോ? ഷാമില് വീണ്ടും പ്രശ്നമാകും. എങ്ങനെ? തോൽപാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് യാത്ര ചെയ്താൽ എങ്ങനെ? തോൽപാത്രത്തിൽ വെള്ളം കിടക്കിങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കും പോലെ അങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മളിങ്ങനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഈ മനുഷ്യരെ സഹോദരന്മാരെ അല്ലാഹുവിന്റെ റസൂലിനെ റസൂൽ എന്ന് വിളിച്ചാൽ മദ്യം. അത്രയും കാര്യങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞതിനെ നമ്മുടെ മുമ്പിൽ പുലർന്നുകൊണ്ടിരിക്കുക. അന്നത്തെ സമൂഹം എന്ത് അവർക്ക് സിറിയ അതല്ലെങ്കിൽ ആ നാട് കാണാത്ത സമൂഹം ഇത് വിശ്വസിച്ചു. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഗവേഷണങ്ങൾക്കും പഠനത്തിനും വിധേയമാക്കേണ്ട സംഭവം. മാത്രമല്ല അന്ന് ഒരു ഒട്ടിക്കഷ്ണത്തിന്റെ മണം അവർക്ക് എഴുതുകയായിരുന്നു. അത്യവും ഏറ്റവും നല്ല സുഗന്ധം കസ്തൂരിയേക്കാൾ സ്മെല്ലായിരിക്കും. അങ്ങനെയല്ലോ, വിശപ്പ് സഹിക്കവയ്യാതെ ആയാലും നമ്മൾ അങ്ങനെയുണ്ടോ? ഏത് വലിയ മറ്റേ പെർഫ്യൂം നമുക്കൊന്നും വേണ്ടാവില്ല. ഒരു മാസം നമ്മൾ ചാണങ്ങനെ കൂട്ടി വന്ന് അത് മടുക്കും നമുക്ക്. പിന്നെ 2 മാസം നമുക്ക് ഒരു മീൻ കിട്ടാനായ പിന്നെ ചാണക മണങ്ങനെ കേൾക്കുമ്പോൾ നമുക്കത് ആവുകയും കുറേ നമ്മുടെ സംഭവമാണ്. പ്രയോഗമാണിത്. അത്യവും മിസ്കിനേക്കാൾ സുഗന്ധമായി കിട്ടാൻ തല്ലും. മൊത്തത്തിലെല്ലാം ചില സ്ഥലങ്ങളിലാണ് പറയും. ഇതിലൊക്കെ ചില കാരണങ്ങളുണ്ട്. ഇതൊക്കെ സമൂഹത്തിൽ വരാന് ഇങ്ങനെ ആവാൻ ഒരു തുറവഴികളുണ്ട്. അതെന്താ? അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഖുർആനി മഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖൂന നബുവത്തു ഫീകും മാ ഷാ അല്ലാഹ് തഖൂനതും മൈറഫൂഹാ തഖൂന നബുവത്തു ഫീകും മാ ഷാ അല്ലാഹ്
നബി പറയുന്നത് നബുവത്തിന്റെ കാലഘട്ടം കുറെ കാലം നിങ്ങൾ നല്ല നല്ലൊരു ഭരണം, നല്ലൊരു ജീവിതം, പക്ഷെ ഒരു ഭരണാധികാരി എന്നല്ല, എന്നാലും നല്ലൊരു സാമൂഹിക വിപ്ലവം നടത്തുന്ന ഒരു ജീവിതം നബുവത്തിലൂടെ നിങ്ങൾക്ക് കിട്ടും, സമാധാനമായി. അങ്ങനെ മാഷാഅല്ലാഹ് അത് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു അത് ഉയർത്തി കളയും. പിന്നീട് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? മിൻഹാജുൻ നബുവ. പറഞ്ഞല്ലോ മിൻഹാജുൻ നബുവ, എന്ത് നബുവത്തിനോട് യോജിച്ച രീതിയിലുള്ള നബുവത്തിനോട് യോജിച്ച രീതിയിലുള്ള ഒരു ഭരണം, അഥവാ ഖിലാഫത്തുർ റാഷിദീൻ, ഖലീഫമാരുടെ നല്ല ഭരണം. നബുവത്തിന്റെ ആ മിൻഹാജ് അനുസരിച്ചായിരുന്നു അവർ ഭരിച്ചത്. പിന്നെ അതും ഇതാണ്. ثم تكون به ثم تكون ملكا عظا فيكون ما شاء الله يكون ثم يرفعها إذا شاء يرفعها. പിന്നെ നിങ്ങൾക്ക് എന്തായിരുന്നു? ഒരു തരം അള്ളൻ, അള്ളാഹ് പറഞ്ഞ കടിക്കുന്നത് പറഞ്ഞു. അള്ളൻ എന്ന് പറഞ്ഞാൽ ഒരു തരം കടിച്ചു കീറുന്ന, ആക്രാന്തം കാണിക്കുന്ന ഒരു തരം വൃത്തികെട്ട സമൂഹമായിരിക്കും പിന്നെ രാജ്യങ്ങൾ ഭരിക്കുക. അള്ളൻ എന്ന് പറഞ്ഞാൽ പരസ്പരം കടിച്ചു കീറുക, പരസ്പരം കടിച്ചു കീറുക. എങ്ങനെ? ഇന്നത്തെ ഭരണാധികാരികൾ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ചിന്തിച്ചാൽ മതി, എന്ത് പരസ്പരം ഭരണം കിട്ടാൻ വേണ്ടിയും അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്നല്ല ലോകത്തിൽ മൊത്തം ഭരണം കിട്ടാൻ വേണ്ടി എന്ത് നെറികളും കാണിക്കുന്ന കടിച്ചു വീഴുന്ന ഒരു കോമ ഭരണത്തിന് അങ്ങനത്തെ ഒരു കാര്യം. പരസ്പരം ആക്രമണം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിൽപ്പെട്ട ഒരു 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 കഥ പറയുന്നു, തഫ്സീറുകളായ തഫ്സീറുകളൊക്കെ പറയുന്നു. അതിന്റെ സിഹ്ഹത്തിനെ കുറിച്ച് പരിശോധിച്ചപ്പോൾ കണ്ടത് എന്താണ്? അത് സ്വഹീഹാണെന്ന് പറയുന്നത് വൈഫാണെന്ന് പറയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല ഇസ്രായേലിനെ കുറിച്ച്, ജൂതന്മാരെ കുറിച്ച്, അവരുടെ കിതാബിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിനെ തള്ളാനും കൊണ്ട കൊള്ളാനും കൊണ്ട. നെസ്സി എതിരാകാത്ത വിധത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിനെ തള്ളണ്ട. അങ്ങനത്തെ ഒരു കഥ എന്താ അറിയാം? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു യാത്ര വന്നു. ഒരു യഹൂദിയായ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, മുസലമിന്റെ ആൾ. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഇവരുടെ കയ്യിൽ 3 റൊട്ടി ഉണ്ടായിരുന്നു, 3 റൊട്ടി ഉണ്ടായിരുന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇയാളും എന്ത് ചെയ്തു? 2 റൊട്ടി കഴിച്ചു, 1 റൊട്ടി അവിടെ വെച്ചു. ഈ നബി അയാളിൽ നിന്നും കുറച്ച് അകന്നു, വെള്ളത്തിന് വേണ്ടിയിട്ടും ഒരു അഭിപ്രായം, വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടും കുറച്ച് മാറി നിൽക്കുന്ന ഒരു അഭിപ്രായം. പിന്നെ ഈസാ നബി വന്നപ്പോൾ വേറെ ഈച്ച പോയിട്ടില്ല. പിന്നെ ഈസാ നബി വന്നപ്പോൾ ആ റൊട്ടി കാണാനില്ല. അപ്പൊ ഈസാ നബി സ്വാഭാവികമായിട്ടും ചോദിച്ചു, മൂന്നാമത്തെ റൊട്ടി ഉള്ളൂ ചോദിച്ചതാ, കാരണം കാണാനല്ലോ, ഈച്ചനെ പോയിട്ടില്ല. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ എടുത്തില്ല കേട്ടോ, വേറെ ഒരാൾ പോയിട്ടില്ല. അപ്പൊ മുസലമിക്ക് ഇത് തെളിയിക്കണമെന്നുണ്ട്, കള്ളം പറഞ്ഞാൽ എടുത്തുപോയി പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ മുസലമി ലൈസണി, അപ്പൊ ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നും മുതില്ല, നമുക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയി. പോകുന്ന സന്ദർഭത്തിൽ ഒരു മാൻകുട്ടികൾ സഞ്ചരിക്കുന്നുണ്ട്. അത് ഒരു ഇളയ മാനിനെ ഈസാ നബി ഇങ്ങോട്ട് വിളിച്ചു. ആ മാൻ വന്നു, അതിനെ അവർ അറുത്തു, തിന്നു. തിന്നിട്ട് അതിന്റെ എത്തുകൾ കൂട്ടി വെച്ചിട്ട് ഹയാത്താവുക. ഇതിനില്ല, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം ഹയാത്തായിക്കോ. ഈസാ നബിക്ക് അങ്ങനെ ഒരു കഴിവ് അള്ളാഹു കൊടുത്തിരുന്നു. മോചിതത്വം ഹയാത്താകുന്നു പറഞ്ഞു. ഈ മാൻകുട്ടി എണീറ്റു ഓടി. ഇത് കണ്ട അത്ഭുതം. ഇങ്ങനെ ഒരു അഭിപ്രായം. ഇതിന്റെ പകരം വേറെ അഭിപ്രായം എന്താ? വരുന്ന വഴിക്ക് ഒരു അന്ധനായ ആളെ കണ്ടു. അന്ധന്റെ കണ്ണ് തടവി ഈസ, അപ്പൊ അടുത്ത് കാഴ്ച തിരിച്ചു കിട്ടി. അങ്ങനെ ഏതായാലും രണ്ടിന്റെ ഏതെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്ത് ചോദിച്ചു, ഈ ഒരു ദൃഷ്ടാന്തം നീ കണ്ടില്ലേ, ഇത് ഞാൻ കാണിച്ചതില്ലേ? ഇനി പറയാം. ആരെടുത്ത മൂന്നാമത്തെ കുട്ടിയായിട്ട് ആര് പറഞ്ഞു? മഹത്വം എനിക്കറിയാം. മുസലബി വീണ്ടും കൂടി മുസലബി എന്നാ പറയുന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പോയി ഇയാളെ കൂട്ടിയിട്ട് പോകുന്ന വഴിയിൽ ഒരു നെഹ്റ അവർക്ക് കുറിച്ച് കിടക്കാണ്ട് നദി നീന്താൻ ഇയാൾക്ക് അറിയില്ല. ഈസാ നബിയോട് പറഞ്ഞു, എന്താ പ്രൊഡക്ട് ചെയ്യാൻ? ഈ ഒരിക്കട്ടെ എന്റെ കൈ പിടിക്കുക. കൈ പിടിച്ചു. ഈസാ നബി അലൈഹി സ്വലാം വെള്ളത്തിന്റെ മുകളിലൂടെ ഈസി കൂളായി നടന്നു പോയി. ഒരു തുള്ളി വെള്ളം രണ്ടാളെയും കരുതുക. അത്ഭുതപ്പെട്ട് ഇയാൾ ചോദിച്ചു, വിശ്വാസം എന്നുള്ള പ്രയോഗം നമ്മൾ അറബിൽ പറയാറില്ല, വിശ്വാസം എന്താ ഇവര് അനുഭവത്തോടെ ചോദിക്കുന്നത് എന്താണ്? അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ട് ഈ ഒരു അനുഭവം ഞാൻ കാണിക്കുന്നില്ലേ, അതുകൊണ്ട് ഇത് പറഞ്ഞ അതിന്റെ പറയുത്താൻ മൂന്നാം വൃത്തിയുണ്ട്. അയാൾ പറഞ്ഞു, മാഹത്വം ഞാൻ എടുത്തില്ല, പച്ചമണ കൊണ്ടു. വീണ്ടും പോയി പോകുന്ന സമയത്ത് ഒരു വലിയൊരു മരുഭൂമിയാണ് കാണുന്നത്, വിശാലമായ മരുഭൂമി. നസ്രുള്ള കഥ
വിശാലമായ മരുഭൂമിയിൽ ഇസ്രായേൽ ചെയ്ത് 3 മൺകൂനകൾ ഞാൻ 3 അങ്ങനെ കെട്ടിയിട്ടുണ്ടാക്കി. ഇഷ്ടികകളും പറയുന്നുണ്ട്, 3 ഇഷ്ടികകളും. ഏതായാലും വലിയ 3 മൺകൂനകൾ ഇങ്ങനെ വെച്ചിട്ട് അള്ളാഹുവിനെ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ ഈ 3 നീ സ്വർണ്ണമാക്കുക. അള്ളാഹു അത് സ്വർണ്ണാക്കി കൊടുത്തു. ഇയാൾ അത്ഭുതപ്പെട്ടു. എന്താണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ അത്ഭുതങ്ങളില്ലേ, ഇനി പറ അതിന് റഹീത്താലി 3ാമത്തെ ഒറ്റയോടെ. അയാൾ പറഞ്ഞു അള്ളാഹിലമ്മ പിന്നെയാണ്. അവസാനം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരുന്നോ, 3 കല്ലിന് 3 മണ്ണിന്റെ സ്വർണ്ണത്തിന്റെ കൂര ഒന്നും നീട്ടിയിട്ട് ആൾക്കാർ നീട്ടി. ഇത് ഞാൻ കണ്ടോ, ഒന്നും ഇത് എനിക്കാണ്. 1 ആൾക്കാർ 1 ആ കിലോ റഹീത്താലിട്ട് 3ാമത്തെ റൊട്ടി തിന്ന ആൾക്കുള്ളവർ അത് വേറെ ചാടി അവനാകുക 3 ഇതാ ഞാനാ തിന്നുക. അപ്പൊ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തിന്നു കൊല്ലും അഴക്കം കൊടുത്തു, മുഴുവൻ അഴക്കം കൊടുത്തു. കാരണം ഈസലക്ക് കിട്ടുന്ന കിട്ടി. ഈസലക്ക് ഇയാൾ വാങ്ങുന്നത് വരണം, അത് കിട്ടി. ഇയാൾക്ക് കിട്ടേണ്ടത് ഇയാൾക്കും കിട്ടി. ഈസലക്ക് പറഞ്ഞു, ഞാൻ എന്റെ വിളിക്കും, നീ ഇവിടെ ഇരുന്നോ, അല്ലെങ്കിൽ നീ എന്റെ വിളിക്കും കിട്ടും. ഇയാൾ ആകെ കുടുങ്ങി. നീർക്കോലിനെ കുറിച്ച് പറയാൻ മാതിരി കുടുങ്ങി. 3 ലാഖിന്റെ സാധനം കൊണ്ട് പോയാൽ മരുഭൂമിയിലൂടെ ആരെങ്കിലും തട്ടിക്കളയും. ഇയാളിങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് 2 ആളുകൾ വരുന്നുണ്ട്. ഇയാൾക്കാണ് ശക്തമായ വിഷമം. വിശപ്പിന്റെ മുമ്പിൽ എത്ര എന്ത് കിട്ടിയാലും ഒന്നുമല്ല. വിശപ്പിന്റെ മുമ്പിൽ നമുക്ക് എന്ത് കിട്ടിയാലും ഒന്നുമല്ല. നമ്മുടെ ഭക്ഷണങ്ങൾ ഇങ്ങനെ കോരി എറിയില്ല. സാന്ദർഭികമായിട്ട് പറയാം സഹോദരന്മാരെ, ഇപ്പൊ അടുത്ത് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ എങ്ങനെ ലൈക്ക് ചെയ്തിട്ടും ചാരി കിട്ടുന്ന ഒരു സംഭവം ഉണ്ട്. ഒരു സൗദി മുഫ്തിയോട് ഒരു സൗദി മുഫ്തിയോട് ചോദിക്കാൻ ഒരു സോമാലിക്കാരൻ ചോദിക്കുക, എന്ത് ചോദിക്കുന്നു, അത്താഴവും നോമ്പ് തുറയും ഇല്ലാത്ത ആളെ നോമ്പിന്റെ അവസ്ഥ എങ്ങനെയാണ്? അത്താഴവും ഇല്ല, നോമ്പ് തുറയില്ല, അങ്ങനെ നോമ്പെടുക്കാൻ പറ്റുമോ? എന്താ പറയുന്ന അർത്ഥം? സാധനമില്ല, കഴിക്കാൻ സാധനമില്ല. സോമാലിക്കാരൻ പറയാൻ ആ മനുഷ്യൻ ഉത്തരം പറയുന്നില്ല. സൗദി മുഫ്തി കരയുന്ന രംഗം നമ്മൾ കണ്ടു. അതാണ് ഭക്ഷണം നമ്മളിങ്ങനെ എറിയുമ്പോൾ സൂക്ഷിക്കണം. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. നോക്കൂ, ചരിത്രത്തിലേക്ക് മടങ്ങി വരാം. ഇയാള് വിശക്കുന്നുണ്ട്, ഇയാള് കാത്തിരുന്നു ആരെങ്കിലും വരികയാണെങ്കിൽ ഉടനെ 2 ആൾ വന്നു. 2 ആൾ കള്ളന്മാരായിരുന്നു, ഇയാൾക്കറിയാം. 2 ആളുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം പോയി മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം, 3 ആൾക്കും ഷെയർ ചെയ്യാം. അങ്ങനെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. ഒരാൾ ഭക്ഷണത്തിന് പോയി. ഭക്ഷണത്തിന് പോയപ്പോ ഇവർ 2 ആളും കൂടെ തീരുമാനിച്ചു, കള്ളന്മാരെ മൊത്തം തീരുമാനിച്ചു. എന്ത്? അയാൾ പോയി വരുമ്പോഴേക്കും നമ്മളവൻ ഭക്ഷണവുമായി വന്ന ഉടനെ എന്ത് ചെയ്യാം, ഓരോ കട്ടാൻ, ബാക്കി മുഴുവൻ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാതെ. ഈ പോയത് അയ്യോളാണ് ഓർമ്മ. ഭക്ഷണത്തിന് വിഷം കലർത്തിട്ട് ആദ്യം കൊടുത്താൽ കംപ്ലീറ്റ് എനിക്ക് തട്ടായെന്ന് വരും. സംഗതി നടന്നു. എന്ത് ചെയ്തു? ഇയാൾ ഭക്ഷണവും വാങ്ങി വന്നു, ഭക്ഷണം ഇവരിലേക്ക് വെച്ചു കൊടുത്തു. ഇവർ തിന്നുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? 2 ആളും ഇവരുടെ പേര് ചാടി വീണു, ചത്തു. ഒരാൾ ചത്തു. ഇവർ ഉഷാറായി ഭക്ഷണം കഴിച്ചു, അവരും ചത്തു. 3 ശവം ഇങ്ങനെ കിടന്നു. ഇബ്ലീസിനെ കളിച്ചു എന്നൊക്കെ പറയുന്നു ചില റിപ്പോർട്ടിൽ. ഇബ്ലീസിന്റെ പണിയാണ് സ്വർണത്തിന്റെ കുമ്പാരാണ് നിങ്ങൾ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈസാബി നല്ല ആവശ്യം കഴിഞ്ഞ് മടങ്ങി വരിക. സഹാബകളെയും കൂട്ടിയിട്ട് ഈസാബി അലൈഹി സ്വലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഉണ്ടായിരുന്നു. ഈസാബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ദുനിയാവ് എന്ന് പറഞ്ഞു. ദുനിയാവാണ് കാണുന്നത്, അതിനുവേണ്ടി കടിപിടി കൂടിയ രംഗമാണ് ആ കാണുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. ആ കഥ ഈസാബിക്ക് നല്ല കഥയാണ്. നെസ്സിനെതിരല്ലാത്ത നല്ലൊരു കഥയാണ്. വളരെ ശ്രദ്ധിക്കുമ്പോഴാണ് പോവാണെങ്കിൽ വിശ്വസിക്കാമെങ്കിൽ തള്ളാം എന്ന ഹദീസിന്റെ തഫ്സീറിലൊക്കെ നമുക്ക് ഇതിന്റെ തഫ്സീറിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും നല്ലൊരു ഗുണപാഠമുണ്ട്. മനുഷ്യന്റെ ആർത്തിയുടെ ആ ഒന്നും പോരല്ലോ, പിന്നെ 2 പോരാ, ഒക്കെ കൂടി എടുക്കാനുള്ള ഒരു ആർത്തി മനുഷ്യന്റെ സ്വഭാവം. മണ്ണിൽ ചെന്നാലേ മനുഷ്യന്റെ ആർത്തിയായിട്ട് തീരും. അല്ലെങ്കിൽ വായിലേക്ക് മണ്ണ് കയറുമ്പോൾ മനുഷ്യൻ കബറിൽ വെച്ചാൽ അപ്പോഴേ ആർത്തി തീരും. എല്ലാവരും അങ്ങനെ. കച്ചവടം നല്ല കച്ചവടമുള്ളതാണെങ്കിലും എന്ത് പറയും, ഒന്നാലും പറഞ്ഞിട്ടുള്ള വാക്കാണ്. രണ്ടോട് ചോദിക്കുമ്പോൾ എന്താ കഴിഞ്ഞ പോലത്തെ ഇല്ലാതെ പറയാം. ഞാൻ അറബികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്ങനെ ചോദിച്ചാൽ അൽഹംദുലില്ലാ ഒരു കൊടുക്കുന്നുണ്ടാവും. അതൊരു സംസ്കാരമാണ് അവരുടെ. അപ്പോ അതേ പറഞ്ഞ ഹദീസ് എന്താ പറഞ്ഞ
ആളുകൾ കടിച്ചു കാണുന്ന ഭരണാധികാരികളായിരിക്കും നിങ്ങളിലേക്ക് പിന്നെ വരിക. ഇതിന്റെ ആ പഴയ ഇതിലേക്ക് നിങ്ങൾ പറയുക, ആ അവസ്ഥയിലേക്ക് ആയിരിക്കും ജനങ്ങൾ ഭരണാധികാരികൾ അന്ന് പരസ്പരം കടിച്ചു. പിന്നെ ഹദീസ് പറയുന്നത് പിന്നെ പിന്നെ നിങ്ങളിലേക്ക് ഒരു ജിബിരിയായ മുൽക്ക് വരാം. ഒരു ജിബിരിയായ മുൽക്ക് പറഞ്ഞാൽ ഒരു തരം കാടത്തം തന്നെ. മുണ്ടാൻ പറ്റൂല, മുണ്ടാൻ പറ്റൂല. മുണ്ടം പോയിട്ട് കാണാതെ കിട്ടും. നമുക്ക് ഭരണാധികാരികൾ കാണാൻ പറ്റുന്നു. ഈ കണ്ടാൽ മുണ്ടികളെ കുടിച്ച് അങ്ങനത്തെ ഒരു ഭരണം മുണ്ടാൻ പറ്റൂല. ഒന്നും ചോദിക്കാൻ പറ്റും. ജിബിരി എന്ന് പറഞ്ഞാൽ ഒരു തരം ഭാഷായ ദർക്കനായ ജിബിരി. നിങ്ങൾക്ക് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫ, അദ്ദേഹം ഒരു അങ്ങാടിയിൽ നടക്കുമ്പോൾ ഖലീഫയാണ്. വേഷന്മാരെ നടക്കുന്ന പരിപാടിയായിരുന്നു ഇത്. വേഷന്മാരായ വേഷത്തില് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ നടക്കുമ്പോ തന്റെ സ്വദീഖനെ കണ്ടു. പഴയ കൂട്ടുകാരൻ മുഹമ്മദ് ബിൻ മസ്ലമയോട് ചോദിച്ചു. ഒരു സാധാരണ കൃഷിക്കാരനാണ് അദ്ദേഹം. അയാളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് എന്റെ ഭരണം? കുശലാന്വേഷണം നടത്തിയത് എങ്ങനെ എന്റെ ഭരണം ചോദിച്ചു. മുഹമ്മദ് ബിൻ മസ്ലമ എന്തിരുന്നു, ഞങ്ങൾക്ക് വീട്ടിൽ പോയി സംസാരിക്കാൻ പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടു. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് മുഹമ്മദ് ബിൻ മസ്ലമ റൂമിൽ ഒരു വാഴെടുത്തു. ഇതിൽ സംസാരിക്കുമ്പോ എന്റെ വാചകങ്ങൾ ചിലപ്പോൾ അറബി മാറും. അപ്പോ റൂമിൽ നിന്നൊരു വാളെടുത്ത് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ഒരു കല്ലുമ വെച്ച് ഇങ്ങനെ എന്താണ് ചിരക്ക് പറഞ്ഞ അത് തരും. ആ സമയത്ത് പറഞ്ഞിരുന്നോ? എന്നിട്ട് മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞു, ഈ ജാതി സാധനങ്ങൾ അങ്ങാടിയിൽ വിൽക്കുന്ന കാലത്തോളം ഉമർ എന്റെ ഭരണം മോശമാവില്ല. ഈ ജാതി സാധനങ്ങൾ അങ്ങാടിയിൽ വിൽക്കാൻ കിട്ടുന്ന വാങ്ങാൻ കിട്ടുന്ന കാലത്തോളം എന്റെ ഭരണം മോശമാവില്ല. ആരാ പറയുന്നത്? ഒരു സാധാരണ കർഷകൻ. ആരോടാ പറയുന്നത്? മഹാനായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഈജിപ്ത് മുതൽ സൈപ്രസ് വരെ പരന്നു കിടക്കുന്ന വിശാലമായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ കിരീടം വെക്കാത്ത രാജകുമാരനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഭരണം മോശമായാലും ഇന്നത്തെ അവസ്ഥ, ഇന്ന് ഏറ്റവും ചെറിയൊരു ഭരണാധികാരി നമ്മൾ പറയുന്ന നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പറോട് കണ്ടുപിടിച്ചു നോക്കിയാലോ, വൈകുന്നേരത്ത് ആളെ കുട്ടി വരും. ചിലപ്പോൾ ടീമിനെ കാട്ടിയമായില്ലേ. അതാണ് ഒരു തരം ജിബിരിയ. എന്തും ചെയ്യാം, തോന്നിവാസനങ്ങൾക്ക് മാത്രമുള്ള ഭരണാധികാരി. അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെന്താ അവസ്ഥ? പിന്നെ സന്തോഷിക്കാം. പിന്നെ നിങ്ങൾക്ക് രൂപത്തിന്റെ മിൻഹാജ് പഴയ ഖിലാഫത്ത് പോലെ ഒരു കാലം വരും. പിന്നെ പിന്നെ നിങ്ങൾക്ക് നല്ലൊരു കാലം വരും. ആ കാലഘട്ടം ഇമാം മഹ്ദിയുടെ ഈസ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കാലഘട്ടമാണ് എന്ന് ഹദീസുകൾ പറയും. അഥവാ ഭൂമിയുടെ ചുക്കാൻ മുസ്ലിമീങ്ങൾ പിടിക്കുന്ന ഒരു കാലഘട്ടം വരും. നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ. ഭൂമിയുടെ ചുക്കാൻ മുഴുവൻ മുസ്ലിമീങ്ങൾ പിടിക്കുന്ന ഒരു കാലഘട്ടം. അല്ലാഹു പറയുന്നു, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅദല്ലാഹു അല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി മിൻകും, സത്യവിശ്വാസികളായ ആളുകൾക്കും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ജീവിച്ച് ചെയ്യുന്ന ആളുകൾക്കും അല്ലാഹു കരാർ ചെയ്യുന്നത് അങ്ങനെയുള്ള സത്യവിശ്വാസികളായ ആളുകൾക്ക് ഭരണം കൊടുക്കും. മുമ്പ് നല്ല സത്യവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു ഖിലാഫത്ത് കൊടുത്തതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ കാണാം. സൂറത്ത് അൽ-ബഖറ 114 ആയത്തിൽ തഫ്സീർ കാണുന്നത് ലഹും ഖിസ്യുൻ ഫി ദുനിയ എന്നാണ് അതിന്റെ പരാമർശത്തിൽ കാണാം. ഇമാം തുബരിയും അതുപോലെ തന്നെ ബർഗസിയും ഇക്രിമയെ സംബന്ധിച്ചവർ പറയുന്നു, അത് ലഹും ഖിസ്യ എന്ന് പറഞ്ഞാൽ അമ്മ ഖിസ്യ ദുനിയ ഖാമുൽ മഹ്ദി വഫഖത്തുൽ ഖസ്തന്തിനിയ. അതായത് ഖിസ്യ കഫറിങ്ങൾക്ക് ഖിസ്യ കിട്ടും എന്ന് പറഞ്ഞ ഉദ്ദേശം മഹ്ദി ഇമാം വരലാണ്. അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കാണ് എന്നൊക്കെ പറഞ്ഞു.
ഏതായാലും മഹ്ദിയെ സംബന്ധിച്ചുള്ള ഹദീസുകൾ ധാരാളമുണ്ട്. സ്വഹീഹായ ഹദീസുകൾ. നമ്മളത് വൈകിയായ ഒരു കാര്യമാണ്. അത് വിശ്വസിക്കുക എന്നത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളിൽ പെട്ടതാണ്. യബ്ലഉൽ അർള ഖസ്തൻ വഅദലൻ കമാ യത്ദി മിൻ അൽ-ജുറാ. നബി തങ്ങൾ പറയുന്നത് വസ്മു അബീ ഇസ്മു അബീ വാദി ഇസ്മി എന്റെ ഇസ്മായിക്കും മഹദിക്ക് എന്റെ ഉപ്പയുടെ പേരായിരിക്കും മഹദിക്ക് ഉപ്പാക്ക്. അതുപോലെ തന്നെ അദ്ദേഹം ഭൂമി മുഴുവൻ നീതി നിറക്കും. ആ കാലഘട്ടത്തിൽ ഭൂമി മുഴുവൻ അക്രമവും തോന്നിവാസവും ഇരുട്ടു എന്ന് നിറഞ്ഞിരുന്നു. അതേപോലെ പകരമായിട്ട് നീതി നടക്കും. المهدي شيء بالبعض عند المهدي منتظر صحيح مصوب ويوقف في هذا الزمان وخروج الدجال وقرب نزول عيسى. മഹദി ഇമാം വരിക എന്നുള്ളത് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പും അതേപോലെ തന്നെ ആഗ്രഹമാനാകുമ്പോഴായിരിക്കും. ദജ്ജാൽ വരുന്നതിന് മുമ്പായിരിക്കും, അതിനടുത്തായിരിക്കും. മഹദി വരും. വരുന്നാതി നമ്മൾ പറഞ്ഞ 6-7 കൊല്ലം അല്ലെങ്കിൽ 7-9 കൊല്ലം ഭരിക്കും പറയുന്നു. 50 മഹ്ദികളിൽ ഷിയാക്കൾ പറയുന്ന ഒരു മഹദി, ഷിയാക്കൾ റാഫിലിയാക്കൾ വാദിക്കുന്നുണ്ട് ഒരു മഹദി വരാനുണ്ട്. ഞങ്ങളുടെ നേതാവ് മഹദി എന്ന് പറയുന്ന ഒരു മഹദി. അതില്ല അതിന് വിശ്വസിക്കുന്നുണ്ട്. ഹുസൈനിൽ നിന്നും എന്ന് പറഞ്ഞ അട്ടാസിക്കാരില്ലേ, ആ ഹുസൈനിൽ നിന്നും വരുന്ന ഒരു സന്താനമാണ് മഹദി എന്നത് വിശ്വസിക്കുന്നു. അത് തികച്ചും കൊള്ളക്കരമാണ്. മാത്രമല്ല മഹദി വിശ്വസിക്കുന്ന ഹുസൈനിൽ നിന്നാണ്. ജനിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ കാണും. അതുപോലെ തന്നെ ഷിയാക്കളും റാഫിലിയാക്കളായ എല്ലാ ആളുകളും ഭൂമിയിൽ അംഗീകരിക്കും. അവർ വിശ്വാസം. അതുപോലെ എപ്പോഴും സഹാബികൾ ഉപയോഗിക്കും. അതും സഹാബാക്കളോട് ഒരു ഭയങ്കര ദേഷ്യമാണല്ലോ. സഹാബികളൊക്കെ ഭൂമിയിൽ നിന്നിട്ട് പുനർജീവിപ്പിച്ചിട്ട് എല്ലാവരെയും നല്ലോണം ശിക്ഷിക്കും. ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അത് കൊള്ളത്തരമാണ് എന്ന് ഷെയ്ഖ് എന്താ പറയുന്നത്? നമ്മൾ വിശ്വസിക്കുന്ന മഹദിയല്ലോ അത് ഫാത്തിമ, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ ഫാത്തിമയുടെ ആ പരമ്പരയിൽ നിന്നായിരിക്കും വരിക. ഔലാദി ഫാത്തിമ നമ്മൾ മനസ്സിലാക്കണം. എന്നും നിലനിൽക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബം എന്നും നിലനിൽക്കുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നുണ്ട്. അവർ നിലനിൽക്കും. എന്ന വാദത്തിന്റെ എതിരുമാണ്. അങ്ങനെ നിൽക്കണമല്ലോ. അതാണ്. അപ്പൊ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനായ ഫാത്തിമ നമുക്കറിയാം. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരുപാട് പരാമർശം. ഫാത്തിമ ബിദഅത്തുൻ മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ഫാത്തിമയോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ എന്നോട് ദേഷ്യപ്പെട്ടവരെ പോലെയാണ്. അതേപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ തന്മണികളായ സ്ത്രീകളുടെ നേതാവാണ്. ഹൂറിലിങ്ങളെയൊക്കെ മേലെ ഫാത്തിമ. ശരിയാണ്. ആ ഫാത്തിമ നല്ലവരാണ്. അവരെ പോലെ ഒരാളില്ല. ആയിഷ ബീവിയുടെ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നടത്തവും ഇരിപ്പും സംസാരവും ആ കുഞ്ഞുള്ള നടത്തവും ഒക്കെ കാണുമ്പോൾ എനിക്ക് അള്ളാഹുവിന്റെ റസൂലാണ് വരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഫാത്തിമയെ ചുംബിക്കുമായിരുന്നെന്ന് ആയിഷ ബീവി പറയാം. അത്രയ്ക്ക് ശ്രേഷ്ഠതയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. വമാ അശ്ബഹ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല ഫാത്തിമ. ഫാത്തിമയേക്കാൾ റസൂലിനോട് സാദൃശ്യമായ ഒരാളുമില്ല. നല്ല സംസാരം, നബിയുടെ പോലെ സംസാരം, നബിയുടെ പോലത്തെ ഇരിപ്പ്, എല്ലാവരും പറയുന്നുണ്ട്. ജുലൂസിനെ സംബന്ധിച്ച് ഇരിപ്പ്, നബിയുടെ പോലത്തെ സംസാരം, നടപ്പ്, റസൂലിന്റെ കുരിഞ്ഞു നടത്തുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു നടത്തം എല്ലാം റസൂലിനോട് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാവണം. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ മാത്രമല്ല ഫാത്തിമയെ സംബന്ധിച്ച് എന്താ പറയാ?
നബി പറയാൻ നബി ഒരു യുദ്ധത്തിനോ യാത്രയൊക്കെ കഴിഞ്ഞ ഒരു ബാധ്യത ചെയ്യണോ, പള്ളിയിൽ കയറി എത്ര നിശ്ചയിക്കും, എന്നിട്ട് ആദ്യം ഫാത്തിമ സലാം ഫാത്തിമയോട്. ഇതൊക്കെ ഒരു വേറൊരു പാഠമുണ്ടെന്നോ. പെൺമക്കളോടുള്ള നമ്മുടെ ആ സമീപനം, മനുഷ്യന്റെ അല്ലെങ്കിൽ ലോകരുടെ ആ സമീപനം അന്ന് തന്നെ മതങ്ങൾ ഗവനിച്ചു കൊടുക്കുക. നല്ല ഒരു പെരുമയോടെയും സ്നേഹത്തോടെയുള്ള ആ സമീപനം. പിന്നെ പറയുന്നത് ഫാത്തിമ ഫാത്തിമയുടെ സന്താനങ്ങളിൽ നിന്നാണ് മഹദി വരുന്നത്. എന്നിട്ട് പറയുന്നത് അൽ മഹദി മിൻ ബലദി ബിനി ഹാദാ, മഹദി വരിക എന്റെ ഈ മകന്റെ പരമ്പരയിലൂടെ. ഹസൻ, എന്നിട്ട് ഹസനിലേക്ക് ഈ മകന്റെ പരമ്പരയിലൂടെയായിരിക്കും ഇമാം മഹദി വരികയെന്ന് നബി കരീം سمعت رسول الله صلى الله عليه وسلم يقول مسند احمد ان من امرائكم اميرا يقتل المال فيها ولا يعده حتى ياتيه الرجل فيساله خذ فيبسط الرجل ثوبه فيحتام عليه എന്ന് പറയുന്നത് തങ്ങൾ പറയാണ്. ഒരാൾ വരും, കാലശേഷം ഒരുപാട് കാലങ്ങൾ അയാള് ധനങ്ങനെ വാരിക്കുന്നത്. ഒരാൾ വരും, ധനം ചോദിച്ചിട്ട് ഒരാൾ വരും. അപ്പോ അങ്ങനെ ചോദിക്കുമായിരിക്കും, മഹദി ചോദിക്കുമായിരിക്കും എടുക്കുക പറഞ്ഞാൽ വേട്ട് കൊണ്ടാവാൻ എന്തെങ്കിലും എന്തെങ്കിലും എടുക്കുക. അങ്ങനെ ഒരു കുമ്പാരൻ അയാളുടെ വസ്ത്രത്തിൽ കുഞ്ഞു കൊടുക്കുമെന്ന് ഇതൊക്കെ സജീവമായ ഇതിനൊക്കെ ഈ ജൂതന്മാരും അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളും ഒക്കെ ഇതിനൊക്കെ അവര് പല രൂപത്തിലായിട്ട് ഇതിനൊക്കെ കൊട്ടിമാറ്റുന്നതാണ്. ഈ മഹദി എന്ന് പറയുന്ന അതല്ലെങ്കിൽ റാഫിയാകളെ വിശ്വസിക്കുന്ന മഹദി ഉണ്ടായെങ്കിൽ ജൂതന്മാരെ പണിയും അവരെന്ത് ചെയ്ത് യഥാർത്ഥം തെറ്റിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദജ്ജാലും പറഞ്ഞു സുന്നത്തിനോടുള്ള അവരുടെ അഭിമുഖ്യം എന്താവും ഇല്ലാതെയാകുമ്പോൾ നമുക്ക് ഈ ഹദീസൊന്നും തുച്ഛായി മാറും. സുന്നത്തിനോടുള്ള അഭിമുഖ്യം ഇന്നലെ നമ്മൾ തറാവീഹിന്റെ ക്ലാസ്സിൽ കേട്ടില്ലേ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെന്താ എഴുതി സുന്നത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ശേഷം അല്ലെങ്കിൽ സുന്നത്ത് ഇതല്ല സുന്നത്ത്. എന്താ സുന്നത്ത് പറഞ്ഞാൽ റസൂൽ റസൂൽ കൊണ്ടുവന്നതൊക്കെ സുന്നത്താണ്. റസൂൽ വിരോധിച്ചത് നമ്മൾ ചെയ്യാതിരിക്കലും എന്നാണ് അപ്പൊ റസൂൽ എന്തെല്ലാം പറഞ്ഞോ ആ പറഞ്ഞതെല്ലാം സ്വഹീഹമായ പിൻബലങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ സത്യവിശ്വാസികളുടെ ആ വൈബിൽ വിശ്വസിക്കുന്ന ആ വിഭാഗത്തില് നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാൽ അതുപോലെ തന്നെ പുരുഷകളെയൊക്കെ ഒളിച്ചുകളയും. കൊല്ലും. അതുപോലെ തന്നെ പന്നികളെ മുഴുവൻ കൊല്ലും. ജനങ്ങളൊക്കെ യുദ്ധം ചെയ്യും, മണി ചെയ്യും. അതുപോലെ തന്നെ ഇസ്ലാം കല്യാണം കഴിക്കും. പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് കുറച്ചു കാലങ്ങൾ കഴിഞ്ഞു ഭൂമിയിലെത്തുണ്ടാവും ഒരാളും അല്ലാഹ് എന്ന് പറയുന്ന ഒരാളുണ്ടാവില്ല. അങ്ങനെ ഒരു കാലം വരും, ചിന്തിക്കാൻ കഴിയുന്നില്ല. നമുക്കൊന്നും ഉയർത്തും. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഒരാളുണ്ടാവില്ല. അത്രയ്ക്ക് വൃത്തികെട്ട ഒരു കൗമായിരിക്കും ലോകത്ത് പിന്നീട് ജീവിക്കുക. അവരെങ്ങനെ അമഹൂൻ എന്ന് പറഞ്ഞ പോലെ അവരെങ്ങനെ അമഹവും വിഹരിക്കും, അടിച്ച് പൊടിച്ച് കസർത്ത് ഒരു ഓർമ്മയുണ്ടാവില്ല. കാഴ്ച പൊടിക്കും. ഇതൊക്കെ നമ്മൾ മുമ്പ് വക്കീലിന്റെ ക്ലാസ്സിൽ വിവരിച്ചിട്ടുണ്ട്. കാഴ്ച പൊടിക്കും. കാഴ്ച പൊടിച്ചിട്ട് ഓരോ കല്ലും ആദ്യ കലയിൽ കൊണ്ടുപോയി തള്ളും. അന്ന് ആരും അത് എതിർക്കൂല. കാരണം ആർക്കും വേണ്ട. ആരും എതിർക്കൂല, ആർക്കും വേണ്ട. ആർക്കും വേണ്ടാത്ത ഒരു സാധനം അല്ലാതെ ചെയ്യൂല, ഈ ഭൂമിലോകത്ത് വെക്കൂല. അങ്ങനെ ചരിത്രം. പണ്ട് കാലത്തെ സംരക്ഷിക്കുക എന്തുകൊണ്ടാ? പണ്ട് അവരാരിൽ നിന്നും സംരക്ഷിക്കുക എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ ആ അഭ്യന്തര ഇപ്പോ സംരക്ഷിച്ചുകൂടെ? മുലമലയിൽ ബാബരി വെച്ചിട്ട് പൊടിച്ചപ്പോ ബന്ദിരയിൽ വെച്ച മാതിരി
എന്റെ പണ്ട് അബ്രഹത്ത് വന്ന് കട കുടിക്കുമ്പോ അത് തന്നത് തടയാറ്. അന്ന് അബ്രഹത്ത് കുടിക്കുമ്പോ എന്താണ് അള്ളാഹുവിന്റെ നിശ്ചയം എന്താ? ഇതിന് ശേഷം ഒരു റസൂൽ വരാനുണ്ട്. ആ കടവ എന്ത് ചെയ്യും? സമുദ്രിക്കും, പുനരുജ്ജീവിപ്പിക്കും, നല്ല മാതൃകയാക്കും. ജനങ്ങൾ പുല്ല് പറ്റി അനേക ധാരാളം സ്ഥലങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ ദിക്കുകളിൽ നിന്ന് വന്നവരെ തവാഫ് ചെയ്യും. അള്ളാഹ് അറിയാം. അങ്ങനെ നിശ്ചയം അള്ളാഹുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് അന്ന് അള്ളാഹു അതിനെ സംരക്ഷിച്ചു. ഇന്നോ അതല്ലെങ്കിൽ ഇനിയോ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ആരുമില്ല, അതിനെ പരിപാലിക്കാൻ ആരുമില്ല, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആരുമില്ല. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനും ഓടാൻ ആരുമില്ല. നമ്മുടെ മെമ്മറികളിലും ചിപ്പിലും ഡാറ്റകളായി സ്റ്റോറേജ് ചെയ്തിട്ടുണ്ടാവില്ല. അതൊക്കെ ഉണ്ടാവില്ലെന്ന് കരുതും. ഉണ്ടാവില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ ഉണ്ടാവില്ല. ഖുർആൻ ഉണ്ടാവില്ല. മുസ്ഹഫുകൾ ഉണ്ടായിട്ടില്ല. മുസ്ഹഫുകളെ ഖുർആൻ എന്ന് മനസ്സിലാക്കണം. മുസ്ഹഫ് കത്തിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊന്നും വലിയ വാളെടുത്ത് കൊള്ളേണ്ട ആവശ്യമില്ല. മുസ്ഹഫ് കത്തിക്കാനത്തെ ആളുകൾക്ക് അവരുടെ ആ ദേഷ്യമാണ്, നമ്മൾ എതിർക്കണം. പക്ഷേ അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ടെൻഷനാണ്. മുസ്ഹഫ് അല്ല നമുക്ക് വരുന്നത്, ഖുർആനാണ്. ഖുർആനും മുസ്ഹഫും വ്യത്യാസമുണ്ട്. മുസ്ഹഫ് എന്ന് പറഞ്ഞാലോ ഇതൊക്കെ മുസ്ഹഫ. ഖുർആൻ എന്ന് പറഞ്ഞാലോ ഇയാൾ ഖുർആൻ ഉള്ളത് മനഃപ്പാടമാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ ഖുർആനാണ്, അയാൾ ഖുർആൻ. അതാണ് ഖുർആൻ എന്ന് പറയുന്ന കലാം, അല്ലാഹുവിന്റെ സംസാരമാകുന്നു. കലാമുല്ലാഹി മുനജ്ജമുൻ, അല്ലാഹുവിന്റെ ആ ഘട്ടം ഘട്ടമായിട്ടുള്ള സംസാരമാകുന്നത്. അതൊരിക്കലും സൃഷ്ടിയല്ല, മുസ്ഹഫിനെ സൃഷ്ടിയല്ല. അതുകൊണ്ട് ഖുർആനെ എന്ത് ചെയ്യും? മുസ്ഹഫുണ്ടായിട്ട് കാര്യങ്ങൾ ഉണ്ടാകാൻ ചിലപ്പോൾ ഓതാനറിയണ്ടേ? ഓതാനറിഞ്ഞാലേ മുസ്ഹഫ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഇരിക്കുന്ന ആളുകളിൽ നമുക്ക് തന്നെ കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്നുണ്ടോ? നമ്മൾ എത്ര ആൾ ഖുർആൻ ഓതുന്നുണ്ട് റമളാനിൽ? എന്താ നമ്മുടെയൊക്കെ ലക്ഷ്യം സഹോദരന്മാരെ? പരിശുദ്ധ ഖുർആനുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ നിസ്കാരത്തിന് കൂടെ പറഞ്ഞ പോലെ തന്നെ അവർ എന്തില്ല, ഒരു വിഹിതമില്ല, അല്ലെ ആ കലാക്കല ഒന്നും ഒരു ചുപ്പില്ല. അവർക്ക് കബറിൽ അവരെ ശിക്ഷ വരും. ഇതൊക്കെ വൈദികമായി നമ്മൾ വിശ്വസിക്കുന്ന കബറിൽ ശിക്ഷ ഉണ്ട്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ സമയം ചെലവാക്കുന്നു? പരിശുദ്ധ ഖുർആൻ പഠിക്കാനോ കൃത്യമായ അക്ഷരം വെച്ചാലോ ഓടാൻ പോയി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തയ്യാറാവുന്നില്ല. ഇതൊക്കെ നമ്മൾ കേൾക്കും, മനസ്സിലാക്കും, പിന്നീട് നമ്മൾ അശ്രദ്ധരാകും. അതന്നെ ഇബ്ലീസിന്റെ പണി, അശ്രദ്ധരാകുന്നത്. എന്താണ് പരിശുദ്ധ ഖുർആൻ? ഓരോ ദിവസവും നമ്മൾ ഒരു പേരെങ്കിലും സഹോദരന്മാരെ നമ്മൾ നിർബന്ധമാണ്. 1-10 വെച്ച് നമ്മൾ 1-10. ബിസ്മി എന്ന് പറയുമ്പോൾ 3 അക്ഷരം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ 190 കൂലി. 19 അക്ഷരങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 190 കൂലി. അങ്ങനെ എത്ര അക്ഷരങ്ങളെ കൂടാതെ ലക്ഷക്കണക്കിന് അക്ഷരങ്ങളല്ലേ? എത്ര കൂലി കിട്ടും നമുക്ക്? ഒരു കൂലി എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പവും വണ്ണവും സ്വർഗത്തിലെ കൂലി ഭൂമിയിലെ പോലെ അല്ല. എത്രയായിരിക്കും അതിന്റെ മഹത്വം? ഇതൊക്കെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ 10 അത് 700 ഇരട്ടി വരെ എന്ത് ചെയ്യും? വീണ്ടും എന്ത് ചെയ്യും എന്ന ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് വീണ്ടും അതങ്ങനെ അധികരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ മുസ്ഹഫുകൾ പഠിക്കുക, ഖുർആൻ പഠിക്കുക. ഖുർആൻ നിങ്ങളിൽ ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും എന്നിട്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ഉത്തമൻ എന്ന് വിശ്വാസമാണെന്ന് പറയുന്നത്. നമുക്കതാവാൻ കഴിയണം. നമ്മളാരും അതല്ല, നിങ്ങൾക്ക് ഖുർആൻ പഠിക്കുന്നവരാണ്. നമ്മൾ ഉത്തമൻ എന്ന് പറയുമ്പോൾ കുറച്ച് സാമ്പത്തികമായി കഴിവുള്ളവർ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദവിയുള്ളവർ എന്നൊക്കെ ധരിക്കും. യഥാർത്ഥത്തിൽ അതല്ല. റസൂൽ പറഞ്ഞ ഖൈറുക്കും മൻ തഅല്ലമ ഖുർആൻ. റസൂൽ പറഞ്ഞു പോയി, ആരെന്ത് സമ്മതിക്കാതെ നിൽക്കും കാര്യമില്ല. ഖൈർ നിങ്ങൾ ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകൾ, അതനുസരിച്ച് ജീവിക്കണം. എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും രൂപത്തിൽ അതല്ലെങ്കിൽ ആ സ്വരൂപത്തിൽ നമുക്ക് കഴിയാവുന്ന രീതിയിൽ അമ്പത്തിനാവും ഇതൊക്കെ നമ്മുടെ ബാധ്യതകളാണ്, ഫർദ് ഓരോ വ്യക്തിയും അധിഷ്ഠിതമായ നിർബന്ധിതമായ ബാധ്യതയാണ്, ചുമതലയാണ്. ഇല്ലെങ്കിൽ നാളെ നമ്മൾ എന്ന് പറഞ്ഞ പോലെ വേണ്ടാത്ത കൂട്ടുകാരെ നമ്മൾ എടുത്തു. നമ്മുടെ കൂട്ടുകാരാരാ? ഫേസ്ബുക്ക്, അതല്ലെങ്കിൽ മറ്റു സൈറ്റുകൾ, ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരാണ്. ഇതൊക്കെ കൂട്ടുകാരുടെ കൂട്ടുകാരെന്ന് പറഞ്ഞത് ജീവിയാകണമെന്നില്ല. കൂട്ടുകാരെന്ന് പറഞ്ഞ ആൾക്കാരെന്ന് മായുവാപ്പിക്കുന്നു. ഓരൊക്കെ എപ്പോഴുള്ള സാധനങ്ങളുടെ കൂട്ടുകാരാണ്. ഈ വസ്ത്രം എന്റെ കൂട്ടുകാരനാണ്, ഈ പേന എന്റെ കൂട്ടുകാരനാണ്, ഈ മൊബൈല് എന്റെ ഏറ്റവും വലിയ ചങ്ങാതിയാണ്. എന്റെ സുഹൃത്തിനേക്കാൾ ഏറ്റവും ഉപകാരം ഈ മൊബൈലാണ്. അപ്പൊ എന്താ നമ്മുടെ കൂട്ടുകാരൻ? നെറ്റ് നമ്മുടെ കൂട്ടുകാരൻ. ഗാലക്സിയിൽ നമ്മൾ ഖുർആൻ ഓതുന്നില്ല, അങ്ങനെ മറിക്കണം. ഓരോ ടൈമിൽ ഒരൊറ്റ സമയം 5 മിനിറ്റ് നമ്മൾ ഖുർആൻ ഓതിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഓതിയും. അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ നിർത്തുന്നു.
കിട്ടുന്ന സമയം ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം, മുതലാക്കുക. ഞാൻ പറയുന്നത് പൂർത്തിയാക്കിയ അങ്ങനെ ഒരു കാലം വരും, ആ സമയത്തായിരിക്കും എന്ത് സംഭവിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയെ ആരും ഉപയോഗിക്കുന്നില്ലെങ്കിൽ കഅബയെ കുറിച്ചിടും, ആർക്കും വേണ്ടല്ലോ, കുറിച്ചിടും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്റെ മദീനത്തിൽ നിറവായ മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കുറുക്കന്മാർ ഊരിയിടും. ഇതൊക്കെ ആരും പറയാൻ പറ്റും നമുക്ക്? രക്ഷപ്പെട്ടത് ഇന്ന് നമ്മൾ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആ മസ്ജിദ് നബവിയോട് നമുക്കുള്ള സ്നേഹം കൊണ്ട് നമുക്ക് പുറത്തു പറയാൻ പറ്റും. അങ്ങനെ ആ മസ്ജിദ് നബവിയിൽ ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നില്ലേ എന്നൊരാൾ ചോദിച്ചാൽ എന്താ നമുക്ക് പറയാം? അങ്ങനത്തെ ഒരു കാലം വരും. ആരും പരിപാലിക്കാനുണ്ടാവില്ല, ആരും പ്രസംഗിക്കാനുണ്ടാവില്ല, വളരെ ഉപദേശിക്കാൻ ആരും ഉണ്ടാവില്ല, നിസ്കരിക്കാൻ ആരും ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ സുജൂദ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അല്ലാഹ് എന്ന ആ കലിമത്ത് ഉച്ചരിക്കാൻ പോലും ഒരാൾ ഭൂമിയിൽ വിശ്വസിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ഇല്ലാതെ പൊളിച്ചെടുക്കും. പിന്നെ സഹോദരന്മാരെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതൊക്കെ ഹദീസിലും പരിശുദ്ധ ഖുർആനിലും സ്വഹീഹായ സംഭവം. എന്തെങ്കിലും തെറ്റുകളോ മറ്റു കുറ്റങ്ങളോ എന്തെങ്കിലും സംസാരത്തിലോ അറബി ഉച്ചാരണത്തിലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാരും വിമർശിക്കരുത് എന്ന് കൂടി ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ റമദാനിലെ പ്രത്യേകിച്ച് നമ്മുടെ ഖിയാം റമദാൻ, നമ്മൾ ഖിയാം റമദാൻ നമ്മൾ എല്ലാവരും വളരെ ഊർജ്ജസ്വലതയോടുകൂടെ വളരെ ക്ഷീണിതരായിട്ട് പോലും നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. പല ആളുകളും കാലിന് അസുഖമുള്ളവരും എല്ലാം അല്ലാഹുവിന്റെ ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല. നിസ്കരിക്കുന്നത് നമുക്ക് ആരും ഒന്നും തരാൻ പോലില്ല. ഒരു ജോലിയെ കയറ്റി വെക്കുന്നില്ല, ശമ്പളം കൂട്ടി തരുവാനെങ്കിലും ഒന്നും കിട്ടില്ല. ചിലപ്പോൾ കടമുറങ്ങി ശമ്പളം കൂട്ടി തരും, കാരണം കുറച്ചൊക്കെ പണിയിട്ടാണ് ആ സമയം. ഒന്നും ഒരു വഴിയും നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് തറാവീഹ് നിസ്കരിക്കണം. ചില സമയത്ത് നമുക്ക് അധികമായി പോകും. അത് ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കുറക്കും. ആളുകളുടെ ക്ഷീണവും ഒക്കെ പരിഗണിച്ച് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ കുറച്ച് കൊടുക്കും. ചില സമയത്ത് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കൂടുതലായിട്ട് ഒതുക്കിപ്പോകും. അപ്പോ അതൊക്കെ മാനുഷികമായ ചില സംഭവങ്ങളാണ്. അപ്പൊ ഞാൻ പറയുന്നത് അതിലൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് 10 ദിവസം കഴിഞ്ഞു, അല്പ നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ കാര്യങ്ങളെടുക്കും. അത് കഴിഞ്ഞാൽ 10 ഫിനിഷ്, പിന്നെ മേ ബി 19 ചിലപ്പോൾ നമുക്കുണ്ടാകും. അത് അപ്പൊ 19 ഉണ്ടാവുള്ളൂ. കാരണം ഇവർക്ക് ജുമാ ദിവസം വരുന്നാള് ഭയങ്കര പ്രശ്നമാണ് എന്ന് അപ്പോ 19 ഉണ്ടാവുള്ളൂ. ഏതായാലും ഉള്ള ദിവസം പരമാവധി നമ്മൾ ഉണർവോടുകൂടെ അരയും ഉടുപ്പും മുറുക്കി കെട്ടി നിസ്കരിച്ചിരുന്നു പറഞ്ഞു. അതേപോലെ ചെയ്യാം. ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുന്നതാക്കി മാറ്റുമാറാകട്ടെ. اللهم ربنا اغفر لنا ولوالدينا وللمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتخشعنا وتضرعنا وطمن تقصيرنا واستجب دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم وارحمنا بانواع رحمتك يا ارحم الراحمين. والسلام عليكم ورحمه الله وبركاته.